ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ VS അച്യുതാനന്ദൻ കാലുമാറിക്കളഞ്ഞു. TP വധക്കേസിലടക്കം പാർട്ടിയുമായി നിരന്തരം കലഹത്തിലേർപ്പെട്ടിരുന്ന VS ഒറ്റയടിക്ക് കളം മാറ്റി ചവിട്ടി. പിണറായി വിജയൻ അഴിമതിക്കാരനല്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, RMB കോൺഗ്രസിന്റെ വാലാണെന്ന് വരെ അടിച്ചുവിട്ടു. അതുമാത്രമോ, KK രമയുടെ ഉപേക്ഷിക്കപ്പെട്ട കേരള യാത്ര കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയാണെന്നുകൂടി പറഞ്ഞതോടെ നാട്ടുകാർ ഒന്നും മനസ്സിലാകാതെ നട്ടം തിരിയുകയാണ്. വട്ടായത് VS-നാണോ കേൾക്കുന്നവർക്കാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. CNDG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് അതാണ് ഇന്ത്യ രാജ്യത്ത് പാർലമെന്റിലും അസംബ്ലിയിലും നടന്നിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ചെല്ലാം ഓരോ സന്ദർഭത്തിലും പുറത്തു കൊണ്ടുവരുന്നത് കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറലാണ്. അത്തരമൊരു റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് SNC ലാവലിൽ എന്റെ ശാപമുഖ ഭഗവതി കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റിയല്ലോ. എൻ്റെ അഭിപ്രായം ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോടതിയുടെ വിധിയാണെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് മാറുന്നു. മറ്റു കോടതികൾ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും എന്തു പറയുന്നു എന്ന് വരട്ടെ, അപ്പോൾ ആലോചിക്കും. ഏറ്റവും മിടുക്കനായ ഒരു പൊതുപ്രവർത്തകനെ കശാപ്പ് ചെയ്തതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്തുകയും കുറ്റവാളികൾക്കെതിരായി നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളതായിരുന്നു ഞാനെടുത്ത സമീപനം. അതിനെ തുടർന്ന് എന്നെ ഏതെല്ലാം തരത്തിൽ അപമാനിക്കാൻ കഴിയുമോ ആ തരത്തിൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയതിനെപ്പറ്റി, നെയ്യാറ്റിൻകര പോയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനാണ് എന്നെല്ലാമുള്ള അപഖ്യാതികൾ, അങ്ങേയറ്റത്തെ നീചമായ പ്രചരണങ്ങൾ എനിക്കെതിരായി ഉണ്ടായി. എന്നിരുന്നാലും ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വവുമായി ഈ പ്രശ്നത്തെ സംബന്ധിച്ച് അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ആ ആവശ്യം ഉറച്ചു തന്നെ നിന്നുകൊണ്ട് വാദിക്കുകയും അതിൻ്റെ ഫലമായി പരസ്യമായി തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പൊതുപ്രവർത്തകരും പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ തെറ്റ് കാണിച്ചാൽ ആ തെറ്റിന് അവരെ ചൂണ്ടിക്കാണിച്ച് കറക്റ്റ് ചെയ്യാനുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിക്കാൻ. ഇവനെന്താ പറയണത്? ഈ നടപടിയെയാണ് രമ VS അച്യുതാനന്ദൻ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള നിലയിൽ അഭിപ്രായം മാറി തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിച്ചിട്ടുള്ളത്. ആ ആക്ഷേപം പുച്ഛിച്ചു തള്ളുന്നു എന്ന നിലയിലാണ് രമ അത് സംബന്ധിച്ച് പ്രതികരിച്ചതായിട്ട് ഞാൻ കണ്ടത്. രമ എൻ്റെ മകളുടെ പ്രായത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ചന്ദ്രശേഖരൻ്റെ മരണത്തിന് ശേഷം ആ കുടുംബവുമായിട്ട് അങ്ങേയറ്റത്തെ താല്പര്യവും ബന്ധവും സഹാനുഭൂതിയും ഉള്ളവനാണ് ഞാൻ. പുച്ഛിക്കപ്പെടും എന്ന് രമ പറയുമ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കുന്നതാണല്ലോ എന്ന് കുഞ്ഞത്തമ്പ്യാരോട് ചോദിച്ചപ്പോൾ കുഞ്ഞത്തമ്പ്യാർ അതിന് പറഞ്ഞ മറുപടി ആ കയ്പ് എനിക്ക് ഇഷ്ടമാണ് എന്ന്. ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. RMPക്കാരനായിട്ടുള്ള ചന്ദ്രശേഖരനെ CPIM-കാരനായിട്ടുള്ള ആള് കശാപ്പ് ചെയ്ത് തന്നെയാണ്. അത് വ്യക്തിപരമായിട്ടുള്ള വിരോധം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വട്ട് ആർക്കായാലും VS-ന്റെ വരവ് ഇടതുമുന്നണിയെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് VS-നെയും LDF-നെയും തകർക്കാൻ അടുത്ത സെക്കൻഡിൽ സരിതയെ UDF കളത്തിലിറക്കിയത്. എന്തായാലും VS-ന്റെ നിലപാടുകളുടെ നാനാർത്ഥങ്ങൾക്കായി കാത്തിരിക്കാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് നോമിനേഷൻ സമർപ്പണം. മുഹൂർത്തം നോക്കിയേ ഗോപാലകൃഷ്ണൻ എന്തും ചെയ്യൂ. നോമിനേഷനുമായി പുറപ്പെടും മുമ്പ് ഗോപാലകൃഷ്ണനും സമയം നോക്കാൻ പോയിരുന്നു. കണിയാരല്ലേ? അതെ, ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. നോക്കിക്കോളൂ.